ഇന്ന് തിരുവനന്തപുരത്തുള്ള കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതൊരു എഐക്ക് കൊടുത്തപ്പോഴും തന്ന മോഡലാണത്. അപ്പോൾ ഇത് മീഡിയം ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഈ ലെയറുള്ള പാൻറ്റിൻ്റെ മെഷർമെൻറ്റാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ മെഷർമെൻ്റ് എടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് കണ്ടാണ് ചെയ്തത് ആദ്യം തന്നെ. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്, പുറത്തത്തെ സൗണ്ടൊക്കെ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. പാൻറ്റിന് ലെങ്ത്ത് എടുക്കുമ്പോൾ അരഭാഗം മുതൽ അടിഭാഗം വരെ ലെങ്ത്ത് എടുക്കുക. എനിക്കിവിടെ കിട്ടിയിട്ടുള്ള ലെങ്ത്ത് 21 ഇഞ്ചാണ്. ഈ 21 ഇഞ്ചിന് ഞാൻ 9 ഇഞ്ച് ഒഴിച്ചിട്ടിട്ട് പിന്നെ ബാക്കി ഭാഗം ഞാൻ 3 ഭാഗമാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 4 ഇഞ്ച് വെച്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 9 ഇഞ്ചിൻ്റെ മെഷർമെൻറ്റ് ആദ്യം നോക്കാം. ഈ 9 ഇഞ്ചിന് മെഷർമെൻറ്റിന് ഞാൻ 11.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. കാരണം അടിഭാഗത്ത് ഒരു 1/2 ഇഞ്ചും 1.5 ഇഞ്ച് മേലേക്ക് അലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് കൂട്ടിയിട്ട് 11.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എടുത്തിന് നമുക്ക് അരവണ്ണം കിട്ടിയിട്ടുള്ളത് 20 ഇഞ്ചായിരുന്നു. അപ്പോൾ 20 ഇഞ്ചിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ 4 ഇഞ്ച് കൂട്ടിയിട്ട് 9 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 9 ഇഞ്ചാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. എപ്പോഴും ക്ലോത്ത് 4 മടക്കിയിട്ടാണ് നമ്മൾ ഈ മെഷർമെൻറ്റ് ഇതിലേക്ക് കണക്കാക്കൽ. അപ്പോൾ ഈ 9 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ എടുത്ത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ലെങ്ത്ത് എടുക്കാനുള്ളത് ഈ ഒരു ഹിപ്പിൻ്റെ ഇവിടേക്ക് ലെങ്ത്ത് എടുക്കാനുള്ളത് 9 ഇഞ്ചാണ്. ഈ 9 ഇഞ്ചിക്ക് നമ്മൾ 11 ഇഞ്ച് വിടുത്തെടുത്തിട്ടുണ്ട്. പിന്നെ പ്ലീറ്റ് ഇടാനുള്ള ഭാഗത്ത് വിടുത്ത് വന്നിട്ടുള്ളത് 9 ഇഞ്ചാണ്. ഈ 9 ഇഞ്ചാണ് ഇവിടെ വിടുത്ത് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് കിട്ടാനുള്ളത് ഈ ഓരോ 4 ഇഞ്ചിൻ്റെ മെഷർമെൻറ്റാണ്. ഈ 4 ഇഞ്ചിക്ക് ഓരോ ഇഞ്ച് കൂട്ടിയിട്ടാണ് 5 ഇഞ്ച് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ 4 മടക്കാക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് പറയണത്. അപ്പോൾ ഇതിൻ്റെ വിടുത്തെടുത്തിട്ടുള്ളത് ഫസ്റ്റിൻ്റെ ഈ ഒരു പാട്ടിൻ്റെ വിടുത്തെടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ്. രണ്ടാമത്തിൻ്റെ വിടുത്തെടുത്തിട്ടുള്ളത് 21 ഇഞ്ചാണ്. മൂന്നാമത്തിൻ്റെ 27 ഇഞ്ചാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഇത് പ്ലീറ്റ് ഇടുമ്പോൾ ഇവിടെ നടുഭാഗം നമ്മൾ എപ്പോഴും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതിന് നടുഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് പ്ലീറ്റ് കറക്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതിന് പ്ലീറ്റ് എല്ലതും ഇട്ട് കഴിഞ്ഞ് ഇതിൻ്റെ പ്ലീറ്റ് ഇതിമലും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊക്കെ ഞാൻ മേൽഭാഗത്തേക്ക് കവർ ചെയ്ത് കണ്ട പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 2 കാലും വേറെ വേറെ ആക്കി വെച്ചതിന് ശേഷമാണ് 2 കാലും കൂട്ടി യോജിപ്പിച്ച് അലാസ്റ്റിക് ഇട്ട് കൊടുക്കൽ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. പാൻറ്റിൻ്റെ ഓരോ പ്ലീറ്റും ഞാൻ ഓരോന്നിൻ്റെ മുകൾക്കാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഓരോ ലെയറിൻ്റെയും ഫസ്റ്റ് ഭാഗം നമ്മൾ കരടിച്ച് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ മുകൾ ഭാഗത്ത് ആക്കിയിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഞാൻ ഈ പാൻറ്റ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതിൽ കാണിക്കണില്ല. നമുക്കിതിൽ ഞാനിതിന് ചെറിയൊരു ഹെയർ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതിൻ്റെ വിടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 2.25 ഇഞ്ചാണ്. നമുക്ക് 2 ഇഞ്ചിലൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ലെങ്ത്ത് ഒരു 1/2 മീറ്ററോ അല്ലെങ്കിൽ ഒരു 3/4 മീറ്ററൊക്കെ ക്ലോത്ത് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് എത്ര ക്ലോത്ത് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് അത്രയും വലുപ്പത്തിൽ പൂവായി കിട്ടും. അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് ഒരു 3/4 ഇഞ്ചായിരുന്നു, 3/4 മീറ്ററാണ്. അതിൻ്റെ ഒരു സൈഡ് ഒന്നായിട്ട് ഞാൻ ഫാഷൻ മേക്കർ മെഷീൻ മേലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സിഗ്സാക്ക് സ്റ്റിച്ചിൽ. പിന്നെ ഞാനൊരു സൈഡ് ഫുള്ളായിട്ട് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ റൗണ്ടിൽ ചുറ്റി കൊടുത്തിട്ട് ഫ്ലവർ രൂപത്തിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ സൗണ്ടിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. കാരണം എനിക്ക് 2 ദിവസമായി ജലദോഷം പിടിച്ചിട്ട്, അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാനും മടി. അപ്പോൾ ഇന്ന് കുറച്ചൊരു ആക്കം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫുള്ള് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എനിക്ക് അധികം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടാത്തത്. പിന്നെ ഇതിന് ഞാൻ ഒരു ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബോയിൻ്റെ നടുക്കിൽ കൊടുത്ത തുണി ഞാൻ ഒരു അളവൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് മടക്കി പിടിച്ച് കണ്ട് അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കലാണ് ചെയ്യൽ. പിന്നെ അവിടെ ഫുള്ളായിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ പിടിപ്പിക്കാനുള്ള പിന്നെ നമുക്ക് ബട്ടൺ ഹൗസ് എന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ പശയിട്ട് ഒട്ടിച്ച് കൊടുക്കണം അവിടെ ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ആ ഒരു ഹോൾസ് കൂടി ആദ്യം 2 തുന്നി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പശയിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഗ്ലൂ ഗണ്ണ് വെച്ച് കണ്ടാണ് ഞാൻ ചെയ്യൽ. പിന്നെ നമ്മൾ ആ ചെയ്ത് വെച്ച് 2 ഫ്ലവറിൻ്റെ ബാക്കിലും അതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കണ്ട് ഗ്ലൂ ഗണ്ണ് തേച്ച് കൊടുത്തിട്ട് പിന്നെ ഇതേ കളറ് ക്ലോത്ത് തന്നെ ഞാൻ അതിൻ്റെ ലൈനിങ്ങിൽ തന്നെയാണ് ഞാൻ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്കിൽ വെക്കുന്ന ആ ഒരു ക്ലോത്ത് നമുക്ക് വട്ടത്തിൽ വാങ്ങാനൊക്കെ കിട്ടും. ഞാനത് വാങ്ങിയിട്ടില്ല. ഞാൻ അതിൻ്റെ ലൈനിങ്ങിൻ്റെ പീസിൽ തന്നെയാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കൽ. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ആ ഹെയർ ക്ലിപ്പ് കൊണ്ട് ഒട്ടിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് 2 ഹെയർ ക്ലിപ്പും പിന്നെ ബാക്കിൽ വെക്കുന്ന ബോയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. നമുക്ക് സ്കേർട്ടിൻ്റെ ടോപ്പിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത്തിൽ ടോപ്പ് അടിക്കാനാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു അരഭാഗത്തിനേക്കാളും കുറച്ചും കൂടി ലെങ്ത്തിലാക്കിയിട്ടാണ് നമ്മൾ ടോപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ത്രെഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയ കുട്ടിയില്ല, പിന്നെ കുറച്ച് ലൂസിലാണ് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൽ. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ത്രെഡ് എല്ലാ ഡ്രസ്സിലും ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട്.
പിന്നെ നമുക്ക് ബോ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്ന രൂപത്തിലായതുകൊണ്ട് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് മേലെ അല്ലെങ്കിൽ കുറച്ച് അടിയിലൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇത് കസ്റ്റമർ ആദ്യം നമുക്കൊരു മിഡി വേണമെന്നായിരുന്നു പറഞ്ഞത്. പിന്നെ നമ്മളെ പേജിൽ തന്നെ ഇങ്ങനെ ഒരു പാൻറ്റ് മോഡൽ കണ്ടപ്പോഴേ ഇങ്ങനൊരു പാൻറ്റ് മതി എന്നാണ് മോഡൽ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി നല്ല ഭംഗിയുണ്ട്, മിഡിൻ്റെക്കാളും ഭംഗി ഇങ്ങനെ പാൻറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഈ കസ്റ്റമർ നമുക്ക് സ്ഥിരമായിട്ട് ഓർഡർ തരുന്ന കസ്റ്റമർ തന്നെയായിരുന്നു, തിരുവനന്തപുരത്തുള്ള കസ്റ്റമർ. പിന്നെ ഈ കസ്റ്റമറെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കസ്റ്റമർ പെട്ടെന്ന് ഫുള്ള് ക്യാഷും അയച്ചു തരും. നമ്മൾ ക്യാഷ് എത്രയാണെന്ന് പറഞ്ഞാൽ ആ ക്യാഷ് ഫുള്ളായിട്ട് അയച്ചു തരും. പിന്നെ നമുക്ക് ഓരോരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടോ, ആ ഡേറ്റ് കഴിയോളം കസ്റ്റമർ നമ്മളായിട്ടൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. നമ്മൾ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബിസി ആയിട്ടുള്ളൊരു കസ്റ്റമറാണ്, എന്താണെന്ന് അറിയില്ല. എന്തായാലും കസ്റ്റമർ നമുക്ക് നല്ലൊരു ഫോട്ടോസും വീഡിയോസും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഓലെ കുട്ടീൻ്റെ. അപ്പോൾ ഡ്രസ്സ് ഇട്ടപ്പോൾ മാഷാ അല്ലാഹ് എനിക്ക് നല്ല ഇഷ്ടമായി. ഈ കുട്ടീൻ്റെ നമ്മൾ ഫുള്ള് ലെങ്ത്തൊന്നും നമ്മൾ ചോദിച്ചിട്ട് അളവെടുത്തിട്ടില്ലായിരുന്നു. കാരണം ഇതിൻ്റെ മുന്നേ നമ്മളൊരു ലൈൻ ടോപ്പ് ഒരു 3/4 ലെങ്ത്തിൽ നമ്മൾ അളവെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അളവിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം കറക്റ്റ് ഫിറ്റിങ്ങിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സൗണ്ടിന് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോസായിട്ട് നെക്സ്റ്റ് പാർട്ടിൽ കാണാം.